കോടതി പരിസരത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ ഒന്നാം പ്രതി പൾസർ സുനി എന്നറിയപ്പെടുന്ന സുനിൽകുമാർ ഉൾപ്പെടെയുള്ള ഏതാനും പ്രതികൾ അവിടെ ഹാജരായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിപിൻ സി വിജയൻ കൂടുതൽ വിശദാംശങ്ങളുമായുണ്ട്. വിപിൻ, ഇതിൽ പൾസർ സുനി ഉൾപ്പെടെ ഏതൊക്കെ പ്രതികൾ അവിടെ ഹാജരായിരുന്നു? വിശദാംശങ്ങൾ. അനുജ, ഇന്ത്യയിൽ തന്നെ കേട്ടുകേൾവിയില്ലാത്ത ഒരു കേസ്, ആ കേസിന്റെ അന്തിമ വിധി എന്നായിരിക്കും എന്നുള്ള ദിവസം ഇപ്പോൾ ഇതാ പറഞ്ഞിരിക്കുകയാണ് കോടതി. അത് ഡിസംബർ 8-ന് ഇപ്പോൾ അത് പറയും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതിയിലെ ജഡ്ജി ഹണി എം വർഗീസ് ആണ് ഇപ്പോൾ വിധി പ്രസ്താവിക്കാൻ പോകുന്നത്. നമുക്ക് മനസ്സിലാവുന്നിടത്തോളം ഏകദേശം ഒരു 1700ഓളം പേജ് വരുന്ന ഒരു വിധി പ്രസ്താവന തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. കാരണം 7.5 വർഷത്തോളം നീണ്ടുനിന്ന വലിയ ഒരു വിചാരണ കാലയളവാണ് ഇതിലുണ്ടായിരിക്കുന്നത്. ഇത്രയും വലിയൊരു വിചാരണ കാലയളവിൽ തന്നെ നാടകീയമായ സംഭവങ്ങൾ, അതിന്റെ സംഭവ ബഹുലമായിട്ടുള്ള ഒരുപാട് നാടകീയത ഒക്കെ നമ്മൾ കണ്ടതാണ്. പലതവണ ഇത് സുപ്രീം കോടതിയിൽ വരെ എത്തിയിട്ടുള്ള ഒരു കോടതി വ്യവഹാരങ്ങൾ, അതിന്റെ നിയമവ്യവഹാരങ്ങളൊക്കെ തന്നെ സുപ്രീം കോടതിയിൽ വരെ എത്തിയതാണ്. ഇപ്പോൾ അടുത്തുപോലും മാസങ്ങൾക്ക് മുൻപ് ഇതൊരു CBI അന്വേഷണം ഇതിൽ ആവശ്യപ്പെട്ടുകൊണ്ട് നടൻ ദിലീപ് വീണ്ടും കോടതിയെ സമീപിക്കുന്നു. അപ്പോൾ അന്തിമ വിധിയുടെ സമയമായിട്ടുണ്ടല്ലോ എന്നുള്ളതായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കോടതിയുടെ ഒരു നിരീക്ഷണം വരികയും പിന്നീട് ഹൈക്കോടതി ഇതിലെ ഒരു CBI അന്വേഷണം തള്ളുകയും ചെയ്തിരിക്കുന്നത്. ഈ കേസിന്റെ തുടക്കത്തിൽ ഒന്നാം പ്രതി പൾസർ സുനിയിൽ മാത്രമായിരുന്നു നിന്നിരുന്നത്. പിന്നീട് പൾസർ സുനിയെ സഹായിച്ച ആളുകൾ എന്നുള്ളതിലേക്കായിരുന്നു. അവർ തന്നെയാണ് ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാവുകയും ചെയ്തിരിക്കുന്നത്. അതിനു പുറമെ മറ്റാരൊക്കെ എന്നുള്ള ഒരു അന്വേഷണത്തിനൊടുവിലാണ് ഇതിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്നുള്ളത് തെളിയുകയും പിന്നീട് ജൂലൈ മാസത്തോടുകൂടി ദിലീപ് അറസ്റ്റിലാവുകയും ചെയ്തിരിക്കുന്നത്. കേരളം ഞെട്ടിത്തെരിച്ച ഒരു വാർത്ത എന്ന് തന്നെ പറയാവുന്ന സ്ഥിതി. ഒരു പക്ഷേ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ മാനങ്ങളും മാറിമറിഞ്ഞ ഒരു നിമിഷം തന്നെയായിരുന്നു അത്. അങ്ങനെ ഈ കേസിന്റെ ഗൗരവം കൂടുന്നു. അതിനുശേഷം മെമ്മറി കാർഡിന്റെ വിവാദം, ബാലചന്ദ്ര കുമാറിന്റെ വെളിപ്പെടുത്തൽ വരുന്നു, അമ്മയിലെ വിവാദം, CWCയുടെ പിറവി എന്നിങ്ങനെ വളരെ വളരെ വ്യത്യസ്തവുമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾക്ക് പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സാക്ഷ്യം എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതാണ്. അതിൽ സാക്ഷികളുടെ കൂറുമാറ്റം ഉൾപ്പെടെയുള്ളതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ വിധി എന്തായിരിക്കും എന്നുള്ളത് ഏറ്റവും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. അതിൽ പ്രധാനപ്പെട്ടത് നീതി ലഭിക്കും എന്നുള്ളത് ഈ ആക്രമിക്കപ്പെട്ട നടി കരുതുന്നു, കുറ്റവിമുക്തനാകുമെന്നുള്ളത് ദിലീപ് കരുതുന്നു. മറ്റുള്ള പ്രതികൾ എങ്ങനെയൊക്കെ ആയിരിക്കും അവരുടെ ശിക്ഷ എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതാണ്. ഇതിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടൊക്കെ തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഒരു വിധിയിലേക്ക് കടക്കും എന്നുള്ളത് 8-ാം തീയതി നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഇനി കൃത്യമായി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഇനി ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട വിധി പുറത്തു വരാനുള്ളത്. പലതവണയായി മാറ്റിവെച്ചതായിരുന്നു. എന്നായിരിക്കും ഈ വിധി വരുന്ന ദിവസം എന്നുള്ളത് ഇപ്പോൾ 20-ാം തീയതി കൂടി അത് പരിഗണിച്ച ഒരു ഘട്ടത്തിൽ കോടതി തന്നെ പിന്നീട് പ്രോസിക്യൂഷനോട് ചില സംശയങ്ങൾ ചോദിക്കുകയും അതിന്റെ മറുപടി ലഭിച്ചതിന് ശേഷമാണ് ഇപ്പോൾ അതൊരു വിധി പ്രസ്താവത്തിലേക്കുള്ള അതിന്റെ തീയതി കുറിച്ചിരിക്കുന്നത്. അതായത് പ്രോസിക്യൂഷൻ ആരോപണങ്ങളിലെ സംശയ നിവാരണം എന്നുള്ളതാണല്ലോ വിപിൻ അവസാന ഘട്ടത്തിൽ നടന്നിരുന്നത്. അപ്പോൾ അതുകൂടി പൂർത്തിയായിട്ടുണ്ട്. ഇനി വിധി പറയുക എന്നത് മാത്രമാണ് ബാക്കി. അതെ, തീർച്ചയായിട്ടും ഈ 7.5 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളിലും ഈ കൂറുമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലുള്ള സംശയങ്ങൾ, അങ്ങനെ ഓരോ സംശയങ്ങളും അത് ദൂരീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതിലേക്കായിരുന്നു കോടതി എത്തിയത്. ഇതിനു മുൻപ് ഒരു 4 തവണ ഇതേ അതായത് ഈ വാദങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു, ഇനി ഒരു തീയതി പ്രഖ്യാപിക്കുക എന്നുള്ള ഘട്ടത്തിലാണ് ചില സംശയങ്ങളുണ്ട് എന്ന് അറിയിക്കുകയും കോടതി അതിന്റെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് വീണ്ടും ഈ പ്രോസിക്യൂഷനെ വിളിക്കുകയും ഇതിലെ സംശയങ്ങൾക്കൊക്കെ തന്നെ മറുപടി അടുത്ത സിറ്റിംഗോട് കൂടി വേണം എന്നാവശ്യപ്പെടുകയും ചെയ്തത്. ഇപ്പോൾ കഴിഞ്ഞ 20-ാം തീയതി കൂടി കേസ് പരിഗണിച്ചൊരു ഘട്ടത്തിലാണ് 25-ലേക്ക് മാറ്റുന്നു എന്ന് അറിയിക്കുകയും അതിലെ ചില കാര്യങ്ങൾ അത് പ്രോസിക്യൂഷനോട് ചോദിക്കുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി കൂടി ലഭിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഈ കേസിൽ വിധി പറയാനാക്കുന്നു. കേരളം എന്നല്ല, പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഒരു ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്തു എന്നുള്ള ഒരു കേസാണ്. അതിനുശേഷം ഇവിടെ സംഭവിച്ചിട്ടുള്ള സിനിമയിൽ ഉൾപ്പെടെ സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങൾ, അതിലെ ഹേമ കമ്മിറ്റി നിയോഗിക്കുന്നതിലേക്ക് വരെ എത്തിയിട്ടുള്ള പലവിധ കാര്യങ്ങൾ, അതൊരു ക്രൈം എന്നുള്ളതിന് അപ്പുറമായി അത് ഒരു സിനിമാ മേഖലയിൽ തന്നെ പിടിച്ചുലച്ച, സാമൂഹികമായി തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസിന്റെ വിധി ദിനം അത് എന്നാണ് എന്നുള്ളത് അറിയാൻ ഇന്ന് സാധിച്ചിരിക്കുന്നു. അത് ഡിസംബർ 8 എന്നുള്ള ഒരു തീയതിയിലേക്ക് മാറുന്നു. ഒപ്പം തന്നെ അത് വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഈ സ്വാഭാവികമായിട്ടും ഈ വിഷയവുമായി ഇനി ഉയർന്നു വരേണ്ടതുണ്ട്. അമ്മയിൽ ഉൾപ്പെടെ അത് ഏറെ കോലിളക്കം സൃഷ്ടിച്ചാണ് ദിലീപിനെ അമ്മ
സിനിമയിൽ നിന്ന് പുറത്താക്കുന്നത്, ദിലീപിന്റെ അറസ്റ്റ്, പിന്നീട് അതിന്റെ കോടതി നടപടികൾ, ജയിൽവാസം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഏറെ ചലനം സൃഷ്ടിച്ച ഒരു കേസ്. ആ കേസിന്റെ വിധിയാണ് ഇപ്പോൾ 8-ാം തീയതിയിലേക്ക് പറയുന്നത്. ഇതിൽ ഈ എടുക്കുന്ന വിചാരണ കോടതി മാറ്റണം എന്നുള്ളത് ഈ ആക്രമിക്കപ്പെട്ട നടി ആവശ്യപ്പെട്ടിരുന്നു. അത് ഹൈക്കോടതിയിൽ അത് എത്തിയിരുന്നു. പിന്നീട് അത് തള്ളിയാണ് ഇപ്പോൾ വിചാരണ കോടതി തന്നെ ഈ കേസുമായി മുന്നോട്ട് പോകട്ടെ എന്നുള്ള തീരുമാനം എത്തുന്നത്. ആ മെമ്മറി കാർഡിന് വേണ്ടിയുള്ള പരിശോധനകളൊക്കെ എത്രയോ തവണ നമ്മൾ അത് കണ്ടതാണ്. അപ്പോൾ ഇതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ എത്രത്തോളം ഇവരുടെ മൊഴി അടിസ്ഥാനത്തിൽ തുടങ്ങിയിട്ടുള്ളതൊക്കെ തന്നെ ഈ വിധി പ്രസ്താവനത്തിൽ ഉണ്ടാകും എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം. അനുജ, അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന ഒരു കേസിലെ വിധിയാണ് വരാൻ പോകുന്നത്. ഡിസംബർ 8-നാണ് നടിയെ ആക്രമിച്ച കേസിലുള്ള വിധി വരുന്നത്. വർഷങ്ങളോളം നീണ്ട വിചാരണ നടപടികൾ, നിയമ പോരാട്ടം, അതിന് ഒടുവിൽ ഇപ്പോൾ വിധി പ്രസ്താവിക്കുന്ന തീയതിയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഡിസംബർ 8-ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസാണ് ഈ കേസിൽ വിധി പറയാൻ പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.